ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 10-15 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. വീട്ടിൽ പോയിട്ട് മരുന്നെടുക്കില്ലേ? ആ എടുക്കും, ഞാൻ എടുത്തോണ്ട് വരാം. ഞാനിപ്പോ വിളിച്ച് ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അതും മറന്നേനെ അല്ലേ? ഹേയ്, ഞാൻ മറന്നിട്ടൊന്നുമില്ല, ഞാൻ കൊണ്ടുവരാം. ക്ഷേത്രത്തില് താലി കെട്ടുന്ന ചടങ്ങിന്റെ കാര്യമൊക്കെ സന്ദീപ് ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ആ അവന്തിക പിശാചിത അറിയാൻ പാടില്ല. അറിഞ്ഞ നന്ദേട്ടന്റെ ചോറ് കുടിക്കാൻ അവരിനിയും വരും. അച്ഛാ, നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് പർച്ചേസിങ്ങിന് പോയാ എങ്ങനെയായാലും അവന്തിക അതറിയും. അതുകൊണ്ട് ഷോപ്പിങ്ങിന്റെ കാര്യം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ച പോരെ? മറന്നു തോന്നുന്നു, ഞാൻ പോരെ. അച്ഛനടുത്ത് പറഞ്ഞതിലും കാര്യമുണ്ട്. കല്യാണക്കാരെ അറിഞ്ഞ അവരൊരിക്കലും വെറുതെ ഇരിക്കില്ല. കല്യാണം നടക്കുന്ന സ്ഥലത്തെത്തി പ്രശ്നം ഉണ്ടാക്കും. അതിന് ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ എടുക്കാതിരിക്കാൻ പറ്റുമോ? എന്തായാലും നാളെ ആവട്ടെ, ഒരു ദിവസം സമയമുണ്ടല്ലോ. നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അവന്തിക എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നന്ദനും സന്ധ്യയും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തും. അവള് കൊടുക്കാത്ത സന്തോഷവും സ്നേഹവും സന്ധ്യ നന്ദന് കൊടുക്കുന്നത് അവള് കാണണം. അതാണ് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി. എന്താ അമ്മ? അച്ചു, നീ അവിടെ എന്തെടുക്കുവാ? ഞാനിവിടെ ഉണ്ട്. എന്താ അമ്മ കാര്യം? അച്ഛൻ വാങ്ങിച്ചോണ്ടൊന്ന് ആയുർവേദ മരുന്നൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനത് എന്ത് ചെയ്യണം? അതിനമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല, കാര്യം ചോദിച്ചതേ ഉള്ളൂ. നീ നിന്റെ ഇഷ്ടത്തിനാണല്ലോ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഇത് അനൂപിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയച്ചാ നിനക്ക് ഇഷ്ടപ്പെടുമെന്നറിയാൻ വിളിച്ചതാ. അമ്മയുടെ ഒരു കാര്യം ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചേക്കല്ലേ? ഞാനൊന്നും മനസ്സിൽ വെക്കുന്നുമില്ല, പറയുന്നുമില്ല. ഞാൻ അനൂപിന്റെ കയ്യിൽ ഇത് അങ്ങോട്ട് കൊടുത്തയക്കട്ടെ? വേണ്ട, കൊടുത്തയക്കണ്ട. പിന്നെ ഞാൻ ഈ വാങ്ങിച്ചതൊക്കെ എന്ത് ചെയ്യും? എടുത്ത് കളയാൻ പറ്റുമോ? ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. സച്ചേട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഏട്ടനോട് അതുവഴി വന്ന് മരുന്ന് എടുത്തോണ്ട് വരാൻ ഞാൻ പറയാം. ശരി. ഈ അമ്മയുടെ ഒരു കാര്യം വെറുതെ എന്നോട് വഴക്കിന് വരിക. ഒന്ന് പോടി പെണ്ണെ, നീ അവനോട് വന്ന് ഇതൊന്ന് എടുത്തോണ്ട് പോകാൻ പറ. ശരി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. എന്റെ ദൈവമേ, ഈ കമലയെ കൊണ്ട് ഞാൻ തോറ്റു. ഇതുപോലൊരു വാശിയുണ്ടോ? ഹലോ, മരുന്നോ? ആ ശരി, ഞാൻ വൈകിട്ട് പോയിട്ട് എടുത്തോണ്ട് വരാം. സച്ചേട്ടൻ കുറച്ച് നേരത്തെ വരുമോ? ആ, എന്തിനാ നേരത്തെ വരുന്നേ? നാളെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. ശരി, ഞാൻ നേരത്തെ വരാം. അമ്മയോടെ താൻ ആ മരുന്നൊന്ന് എടുത്തു വെക്കാൻ പറഞ്ഞാൽ മതി. സച്ചേട്ടൻ വെക്കല്ലേ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആ ഡോക്ടർ, മറ്റേത് കോളിൽ സംസാരിക്കുകയാണല്ലോ. ആ ഡോക്ടറെ, ഞാനിപ്പോ തന്നെ വരാം. ഒരു 10 മിനിറ്റ്.
അതിനുള്ളിൽ ഞാൻ എത്തും. ആ കട്ട് ചെയ്തോ? Your calling is out of network coverage area. Please try later. അമ്മേ, ആ മോളെ, നീ മരുന്നെടുക്കുന്ന കാര്യം സച്ചിയോട് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞല്ലോ. അമ്മ വിളിച്ചു വച്ചപ്പോ തന്നെ ഞാൻ സച്ചേട്ടനെ വിളിച്ച് അതുവഴി വരാൻ ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് സച്ചി ഇതുവരെ വന്നില്ലല്ലോ. ആണോ? ഇത്രയും ലേറ്റ് ആയപ്പോ ഞാൻ വിചാരിച്ചു സച്ചേട്ടൻ അവിടെ വന്ന് അത് വാങ്ങിച്ചാണോന്നാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ചിലപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങി കാണില്ല. അമ്മ ഫോൺ വെച്ചോ? ആ, നീ ഇനി അവനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണമെന്നില്ല. ഞാനത് അനൂപിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കാം. അല്ലത് വേണ്ട. ഞാൻ സച്ചേട്ടനെ വിളിച്ചിട്ടേ ഇപ്പൊ ഞാൻ അമ്മയെ തിരിച്ചു വിളിക്കാം. സച്ചിൻ എന്താ ഫോൺ എടുക്കാത്തെ? ആ ഹലോ അർച്ചനെ. സച്ചിൻ ഓഫീസിലില്ലേ? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക? ആ, ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ട്. ഞാനേ ഒരു എമർജൻസി മീറ്റിംഗിലാ. ആ താനെന്താ അത്യാവശ്യമായിട്ട് വിളിച്ചേ? നേരത്തെ എന്റെ കോള് ഹോൾഡ് ചെയ്ത് വെച്ചു. പിന്നെ വിളിച്ചപ്പോ എടുത്തതുമില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ചാ ഇപ്പൊ സച്ചിനെ കിട്ടാറുമില്ല. ഇതിനു മാത്രം ഇപ്പൊ എന്താ ഇത്ര തിരക്ക്? എടോ അത് പിന്നെ ഓഫീസിൽ ഓരോ കാര്യങ്ങള്. സച്ചേട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാറായോ? ആ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. വീട്ടിൽ പോയിട്ട് മരുന്നെടുക്കില്ലേ? ആ എടുക്കും, ഞാൻ എടുത്തോണ്ട് വരാം. ഞാനിപ്പോ വിളിച്ച് ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അതും മറന്നേനെ അല്ലേ? ഏയ് ഞാൻ മറന്നിട്ടൊന്നുമില്ല, ഞാൻ കൊണ്ടുവരാം.